നമ്മുടെ ഈ ക്ലാസ്സിൽ, പഠന ക്ലാസ്സിൽ വിശ്വാസ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അൽ ഈമാനു ബിൽ കുതുബ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി തുടർച്ച എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് അന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ്. കിതാബിലുള്ള വിശ്വാസം എന്ന നിലക്ക് നമ്മൾ ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബാണ് എന്ന നിലക്ക് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ കലാമായ അഥവാ അള്ളാഹുവിൻ്റെ സംഭാഷണമായി സംസാരിച്ച ഒരു കാര്യമാണ് ഖുർആൻ എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ സംഭാഷണമാണ്. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംഭാഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്, അള്ളാഹുവിൻ്റെ കൂടെ ഉള്ളതാണത്. അത്രയും പവിത്രതയും പരിശുദ്ധിയും ഒക്കെ ഉള്ളൊരു സാധനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കലാമ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. അള്ളാഹുവിൻ്റെ ഒരു സിഫത്തായിട്ട് വരുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, തീർച്ചയായിട്ടും അത് റബ്ബുൽ ആലമീൻ്റെ അവതരണമാണ്, അവൻ അവതരിപ്പിച്ചാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവലോക പരിപാലകനായ അള്ളാഹു അവതരിപ്പിച്ച ഒന്നാണ് ഈ ഖുർആൻ എന്നർത്ഥം. അവിടെ ആദ്യമായിട്ട് വരുന്നൊരു വിഷയം, ഒരു ഗ്രന്ഥം അഥവാ നമ്മൾ വിശ്വസിക്കുന്നു പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ ഗ്രന്ഥം ദൈവികമായ വചനമാണ്. അങ്ങനെ അവകാശപ്പെടുന്ന ലോകത്തെ ഏക ഗ്രന്ഥമാണ് ഖുർആൻ. നമ്മളത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ദൈവിക ഗ്രന്ഥമാണ് എന്ന്, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ലോകത്തെ ഏക ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ബൈബിളിൽ ഒരു സ്ഥലത്തും വേറൊരു അതിൻ്റെ പേരിൽ ആരോപിക്കല്ലാതെ സ്വയം ആ ഗ്രന്ഥത്തിൽ ഇത് ദൈവികമാണെന്ന് അവകാശപ്പെടുന്നില്ല. ഹിന്ദു പുരാണങ്ങളിലൊന്നും അത് ദൈവികമാണ് എന്ന് ആ ഗ്രന്ഥം അവകാശപ്പെടുന്നില്ല, വേറൊരു ആരോപിക്കുകയാണ്. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. അനേക സ്ഥലത്ത് തൻസീലു മിർ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനാൽ അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ അവൻ അവതരിപ്പിച്ചതാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവകാശവാദം ഒരു ഗ്രന്ഥം, ഒരു ഖുർആൻ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറുള്ളവർക്ക് പരിശോധിക്കാം. അങ്ങനെ അവകാശവാദം ഉണ്ടെങ്കിൽ പരിശോധിക്കേണ്ടേ ഉള്ളൂ. അവകാശവാദം ഇല്ലെങ്കിൽ പരിശോധിക്കന്നെ വേണ്ട. ഒരു പുസ്തകം കൊണ്ടുവന്നിട്ട് ദൈവികമാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത ആർക്കുമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഖുർആൻ അത് അവകാശപ്പെടുന്നുണ്ട്, ഇത് ദൈവികമാണ് ഈ ഗ്രന്ഥം എന്ന് അവകാശപ്പെടുമ്പോൾ, റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചാണെന്ന് അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കും വേണം. ആ പരിശോധനയുടെ ഫലമാണ് അത് ദൈവികമാണോ അല്ല എന്നൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ. അപ്പം അതിൽ പല ഭാഗങ്ങൾ പരിശോധിക്കാം, എങ്ങനെയും പരിശോധിക്കാവുന്ന കുറേ വശങ്ങളുണ്ട്. അപ്പം അതിൽ ചില കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിന്റെ പരിധിയിൽ നിന്നോട് പറയുന്നത്. അതിലൊരു ഭാഗം, ഒന്ന്, വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അല്ല എന്നൊരു വാദം ഖുർആൻ അവതരിച്ച കാലത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഇന്നുണ്ടായ വാദമൊന്നുമല്ല. ഖുർആൻ ദൈവിക അല്ല എന്നുള്ളത് ഇന്നുള്ള പുതിയ നിഷേധികളോ യുക്തിവാദികളോ മതനിഷേധികളോ പറയുന്നതല്ല.
ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവതരിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ 23 കൊല്ലം കൊണ്ട് പലപ്പോഴായിട്ട് ഇങ്ങനെ ഇറങ്ങി തീർന്നൊരു ഗ്രന്ഥം അല്ല, ഒരു പുസ്തകം എഴുതി സമർപ്പിച്ചതല്ല. അത് അവതരിപ്പിച്ചിരിക്കുമ്പോൾ തന്നെ എതിരാളികളായിരുന്ന ആളുകൾ, അതായത് വിശ്വസിക്കാതിരുന്ന ആളുകൾ ഇഫ്തറാഹു, അത് സ്വയം കൃതിപ്പാണ്, സ്വന്തം എഴുതിണ്ടാക്കുകയാണ്. മുഹമ്മദിന് വേറെ ആരോ പറഞ്ഞു കൊടുക്കുകയാണ്, അതവങ്ങനെ പറയാണ്. നബിക്ക് എഴുത്തും വായന അറിയില്ല എന്നുള്ള അവർക്കറിയാം. അപ്പൊ ആരോ ചൊല്ലി കൊടുക്കേണ്ട രാത്രി വന്നിട്ട് അത് നേരം വെളുത്തിട്ട് ഇങ്ങനെ നമ്മോടൊന്ന് പറയാണ് എന്ന് പറഞ്ഞു. അസാത്തിറുൽ അവ്വലീൻ അവരുന്നയിച്ചിരുന്ന ഒരു വാദമായിരുന്നു. പൂർവികരായ ആളുകളുടെ കെട്ടുകഥകൾ ഇങ്ങനെ പറയാണ് മുഹമ്മദ്. അസാത്തിറുൽ അവ്വലീൻ എന്നാണ് അതിനെ പറ്റി പറഞ്ഞത്, പൂർവികരുടെ കെട്ടുകഥകൾ. അപ്പൊ അന്ന് തന്നെ ഈ വിമർശനം ഉണ്ട് ഖുർആനെ പറ്റി. ദൈവികല്ല, മുഹമ്മദ് വെറുതെ ഉണ്ടാക്കി പറയാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാദം. അപ്പൊ ആ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ഖുർആൻ ഉന്നയിക്കുന്ന ഒരു കാര്യം, പല കാര്യങ്ങളിലും പല ഏരിയയിലൂടെ പോകുന്നതിൽ ഒരു കാര്യം ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ വല്ല സംശയവുമുണ്ടെങ്കിൽ ഒരു എളുപ്പമാർഗമുണ്ട് തകർക്കാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിന് ഇന്നും നമുക്ക് പറയാനുള്ളത് തന്നെയാണ്. ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്ന് വിമർശകരായിട്ട് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ, വിമർശകർക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാനുള്ള ഒരു സുവർണാവസരമുണ്ട്. ഖുർആനെ തകർക്കാൻ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്, രാജവീതിയുണ്ട്, അതിലുണ്ട് വന്നാൽ മതി. അതെന്താ ഖുർആൻ പറയുന്നത്? ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ വഇല്ലം തുഫ്അലു വലൻ തുഫ്അലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. ഖുർആൻ പറയുന്ന രീതി നമ്മൾ നോക്കണം. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയുടെ മേൽ നാം അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത അടിമയാണ് മുഹമ്മദ്, ഒരു അബ്ദാണ്, സാധാ അടിമയാണ്, അള്ളാന്റെ ഒരു സൃഷ്ടിയാണ്, അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. ആ അടിയ മുഹമ്മദിന് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ദൈവികമല്ലാന്ന് അഭിപ്രായം ഉണ്ടോ? ഒരു മാർഗമുണ്ട്. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, അതുപോലൊരു സൂറത്ത് നിങ്ങൾ എഴുതി കൊണ്ടുവന്നോളൂ, അതുപോലൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. വദൂ ശുഹദാകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ വാദത്തിൽ സത്യസന്ധന്മാരാണെങ്കിൽ, നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏത് സഹായികളെയും നിങ്ങൾക്ക് കൂട്ടാം. മനുഷ്യനെ, ജിന്നിനെ, അതിന്റെ സേവയൊക്കെ ഉണ്ടല്ലോ, എന്തും നിങ്ങൾക്ക് കൂട്ടാം. എന്തും കൂട്ടിയിട്ട് ഇതിന് സമാനമായിട്ട് ഒരു സൂറത്ത്, ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. വഇല്ലം തഫ്അലു വലൻ തഫ്അലു, അത് വേറൊരു പ്രഖ്യാപനമാണ് ഖുർആന്റെ. നിങ്ങൾക്കത് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഇത് അവതരിക്കുന്ന കാലത്ത് വഇല്ലം തഫ്അലു നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ വലൻ തഫ്അലു, ഭാവിയിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നില്ല, സമാനമായിട്ടൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുന്നില്ല. വലൻ തഫ്അലു, ഭാവിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. ഇനി കൊണ്ടുവരൂല്ല ആ വാക്കിനർത്ഥം ഭാവിയിലും കഴിയില്ല അർത്ഥം. അപ്പൊ നിങ്ങൾ നോക്കണം, അതൊരു ആധികാരികമായ വാക്കാണ്. ഇപ്പൊ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, ഭാവിയിൽ ഒരു കാലത്തും നിങ്ങൾക്ക് ഇതിന് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയില്ല, ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അത് പറയണമെങ്കിൽ ഒരു ധൈര്യം വേണം. ഇതിന് സമാനമായിട്ട് ഭാവിയിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയില്ല. വലൻ തഫ്അലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കാഫിറുകളായി നിഷേധികളായ ആളുകൾക്ക്, ഇതിനെ തള്ളി പറയുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ച നരകമുണ്ട്, അത് സൂക്ഷിച്ച് ജീവിച്ചു, അതിന് രക്ഷപ്പെടാൻ നോക്കിക്കൊള്ളി. അപ്പൊ ഇവിടെ ഖുർആൻ ദൈവികമല്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഖുർആനെ തകർക്കാനുള്ള വഴി ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ? അതേമാതിരി ഒരു പേജ്, ഒരു അധ്യായം, ഒരു സൂറത്ത്, ഒരു വരി എഴുതി കൊണ്ടുവന്നാൽ മതി, ഖുർആൻ തകരും. എളുപ്പമുള്ള പണിയാണ്. ഒരു പ്രശ്നമില്ല, അതേമാതിരി ഒരു അധ്യായം കൊണ്ട് എഴുതി കൊണ്ടുവന്നാൽ മതി, തീരുന്ന.
അത് ചെയ്യാൻ എന്താ ആളുകൾ തയ്യാറാകാത്തത്? അതാണ് ഖുർആന്റെ അജയ്യത. അതിന് തോൽപ്പിക്കാൻ കഴിയില്ല, ഖുർആന്റെ ആ വാദത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, ഇപ്പൊ ഈ ഖുർആൻ ഈ വാദം ജനങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്നത് മക്ക കാലഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. മക്ക സൂറത്തിൽ ഇത് വന്നിട്ടുണ്ട്. മദീന കാലഘട്ടത്തിലും ഇത് ഉന്നയിച്ചിട്ടുണ്ട്. ചില 23 കൊല്ലത്തിന്റെ ഇടയ്ക്ക് പല തവണ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വരിയെങ്കിലും എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ സൂറത്തെയും കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, 10 ആയത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പലപ്പോഴും ഇങ്ങനെ ആവർത്തിക്കും. തർക്കമുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ എളുപ്പമുണ്ടല്ലോ എന്നാ. എന്നിട്ട് അന്ന് ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. അറബി സാഹിത്യ സാമ്രാട്ടുകൾ ഉണ്ടായിരുന്ന കാല, നിമിഷ കവികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന, ഒരു ഗോത്രത്തിന് ഒരു കവി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ അഭിമാനമായിരുന്നു. ഞങ്ങൾ ഗോത്രത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് അവർ അഭിമാനം പറഞ്ഞു. അങ്ങനെ ഒരു കാലത്ത് അവർ കഴിയില്ല, ഇനി കഴിയില്ല എന്ന് പറഞ്ഞു. ഇനി നോക്കി, ഇന്നിപ്പം വിജ്ഞാനം വളരെ വികസിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വികസിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന് അവന്റെ സാങ്കേതിക കഴിവുകൾ അവൻ ഉണ്ടാക്കിയ തന്നെയാണ്. ആ ഉണ്ടാക്കിയ കഴിവ് ഉപയോഗിച്ച് വിജ്ഞാനത്തിന്റെ മേഖലകളൊക്കെ തപ്പിപ്പിടിച്ച് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ കൂട്ടി ഘടിപ്പിച്ച് അരിക്കാക്കി കൊണ്ടുവന്ന് ശരിയാക്കി എടുക്കാൻ കഴിയുന്ന കാലത്താണുള്ളത്. പഴയ പോലെ അല്ല. നമ്മൾ സാധാരണ പറയുന്ന രീതി പറഞ്ഞാൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഒരു മോണിറ്ററും ഒക്കെ മുന്നിലുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ മോണിറ്ററൊക്കെ മുന്നിലുണ്ടെങ്കിൽ, കൈവിരൽ കൊണ്ട് ഇങ്ങനെ ബട്ടൺ അമർത്തിയാൽ ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ എവിടെങ്കിലും വല്ല വിവരം ഒരു വിഷയത്തിലുണ്ടോ അത് നമ്മളെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെ പുതിയ പുതിയ എഐയുടെ സംവിധാനത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിൽ പുതിയ പുതിയ മേഖലയിലേക്ക് പോവാണ്. ഇപ്പൊ ഏറ്റവും പുതിയ മേഖലക്ക് ഇപ്പുറത്തൊക്കെ വിട്ടുപോകുന്നുണ്ട്. ആ വിവരം കിട്ടുക എന്ന് മാത്രമല്ല, ആ സാധനത്തിന്റെ കൃത്യം ചിത്രങ്ങളും അതിന്റെ വീഡിയോ ഓഡിയോകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്തോട് വരുത്താൻ കഴിയുന്നിടത്താ, അപ്പം ഉണ്ടാക്കിയിട്ട് വരുത്താൻ കഴിയുന്നിടത്താണ് നിൽക്കുന്നത്. അങ്ങനത്തെ സംവിധാനങ്ങൾക്ക് രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു ലോകത്ത് ഇന്ന് ആ വെല്ലുവിളി നമ്മൾ പറയാണ്, ഖുർആന്റെ ആ വെല്ലുവിളി. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതുപോലെ സൂറത്ത് കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഒരു അധ്യായം കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഒരു 10 ആയത്ത് കൊണ്ടുവരൂ എന്നൊക്കെ. എന്താ ഈ അറബി സാഹിത്യത്തില് ഇത്ര മികവുള്ള ഇസ്ലാം വിമർശകരുണ്ടായിട്ട് എന്താ ഒരു വരി എഴുതി കൊണ്ടുവരാത്തത്? ഖുർആനെ തകർക്കാൻ പല മാർഗവും സ്വീകരിക്കുന്നുണ്ടല്ലോ. ഖുർആന്റെ വ്യാജ കോപ്പികൾ ഇറക്കുന്നുണ്ട് ഇന്റർനെറ്റില്. വ്യാജ കോപ്പികൾ ഖുർആന്റെ പല ഭാഗങ്ങളും അടർത്തിയെടുത്ത് ജൂതന്മാരെ പറ്റി പറഞ്ഞ് ഒഴിവാക്കി, മറ്റുള്ള പറ്റി ഒഴിവാക്കിയൊക്കെ പറഞ്ഞൊക്കെ ഒഴിവാക്കി പതിപ്പുകൾ ഇറക്കുന്നു. ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നു. ഇപ്പം നമ്മളെ കേരളത്തിലെ യുക്തിവാദ നേതാവ് ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓൻ്റെ ഭാഗം അങ്ങനെ പറയും. ഓന് ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം എന്നാണ് അറിഞ്ഞാണ്ട് ഓൻ്റെ ഭാഗം അങ്ങനെ പറയാം. ഓന് തോന്നിയൊക്കെ ഖുർആന്റെ ആയത്തോ തോന്നിയൊക്കെ ഇങ്ങനെ പറയാം. അതിൻ്റെ ആയത്തോ പല വിമർശനം, ഖുർആൻ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടല്ലോ. ഇതൊന്നും പറയണ്ട, വളരെ എളുപ്പമാണ്. ഒരു 4 വരി എഴുതി കൊണ്ടുവന്നാൽ മതി. എന്താ ആ മാർഗം ആരും സ്വീകരിക്കാത്തത്? അത് തന്നെയാണ് ഖുർആന്റെ അജയ്യത. എളുപ്പമുള്ളൊരു വഴി പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് മാത്രം അവരാരും വരുന്നില്ല. ആ വഴി സ്വീകരിക്കാതെ, ഖുർആനെ പൊളിക്കാൻ ഖുർആൻ തന്നെ പറഞ്ഞെന്ന വഴി സ്വീകരിക്കാതെ മറ്റു വഴിക്കൊക്കെ പോയിട്ട് ഇങ്ങനെ പിത്തന ഉണ്ടാക്കുക എന്നല്ലാതെ നേരെ തകർക്കാൻ അവർ ശ്രമിക്കരുത്. ഈ ഖുർആൻ എങ്ങനെയാണോ അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മക്കയിലും മദീനയിലുമായിട്ട് ആ വിജനം എന്ന് പറയാവുന്ന ഒരു മരുഭൂമിയാണ്, ആടും മാടും ഒട്ടകങ്ങളും കുറച്ച് അതേമാതിരത്തെ കുറച്ച് മനുഷ്യന്മാരുള്ള സ്ഥലമായിരുന്നത്. അവിടെ നിന്ന് എഴുതിയൊരു ഗ്രന്ഥം എന്നിവർ പറയുന്ന, എഴുതിണ്ടാക്കി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അതിനെ വെല്ലുവിളിക്കാൻ, അതിനെ തകർക്കാൻ ഏറ്റവും പുതിയ കാലത്ത് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെയൊക്കെ ഒരു പരാജയം തന്നെയാണ്. ഖുർആന്റെ വാദം ശരിയാണെന്നുണ്ടെങ്കിൽ തെളിവാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഈ ഖുർആൻ ദൈവികമാണ് എന്ന ഖുർആന്റെ വാദം ആർക്കും പരിശോധിക്കാം. തുറന്ന ഒരു സംവാദത്തിനാ ഖുർആൻ വെക്കുന്നത്. ഇതിൽ ഏത് ആശയത്തെ നിങ്ങൾക്ക് ഗണ്ണിക്കാം, എതിർക്കാം എന്നല്ല. വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹാപണ്ഡിതന്മാരാണല്ലോ. അറബി ഭാഷ മുസ്ലിങ്ങളുടെ കുത്തകയൊന്നുമല്ല, അത് നമ്മൾ ധരിക്കും വേണ്ട. അറബി ഭാഷയില് സാഹിത്യത്തില് നൊബേൽ സമ്മാനം വാങ്ങുന്നവരും സാഹിത്യത്തിലെ വലിയ വലിയ ആൾക്കാരൊക്കെ ജൂതന്മാരും ക്രിസ്ത്യാനികളാണ്.
മുസ്ലിങ്ങളല്ല. അറബി സാഹിത്യത്തിൽ മുസ്ലിങ്ങളെ നമ്മൾ വിചാരിക്കണ്ട, ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. അവരുടെ നോവലും കഥകളാണ് അറബ് ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായത്. മുസ്ലിങ്ങളിൽ പിന്നില. എന്നാ അവർക്ക് കഴിയണ്ടേ? കഴിയുന്നില്ല. ഖുർആന്റെ ഓർമ്മക്ക് വേണ്ടി പറയാണ്, ഖുർആന്റെ ഒരു ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇൻഡെക്സ് ഉണ്ടാക്കാൻ കഴിയില്ല സാധാരണ മട്ടില്. കാരണം എല്ലാ വിഷയവും എല്ലാ സൂറത്തിലും എല്ലാ പേജിലും എല്ലാ വരിയിലും നമ്മൾ പുസ്തകം എഴുതുന്ന വരി ഇൻഡെക്സ് ഉണ്ടാക്കി ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ മാത്രം എഴുതി വെക്കല്ല. അങ്ങനെയല്ല ഖുർആനിലുള്ളത്. അതുകൊണ്ട് ഇൻഡെക്സ് ഉണ്ടാക്കാതെ. പക്ഷെ ഖുർആൻ ഇൻഡെക്സ് ഉണ്ട്. അത് നമ്മളൊക്കെ പണ്ഡിതന്മാർ, ആവശ്യമുള്ള പണ്ഡിതന്മാരൊക്കെ നോക്കും, മൗലവിമാരൊക്കെ നോക്കും. നിങ്ങളത് നോക്കിയിട്ടാണ് ആയത്തും അങ്ങനത്തെ ആയത്തൊക്കെ വേറെ എവിടെയൊക്കെ വന്നിട്ട് നോക്കല്. ഫിഗേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കിയത് മുസ്ലിങ്ങളല്ല, അല്ലാത്ത ഒരു ജൂതനോ ക്രിസ്ത്യാനിയാണോ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾ പിന്നീട് പരിഷ്കരിച്ച് ശരിയാക്കുക ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ ഖുർആനെ പറ്റി. ഹദീസിന് അങ്ങനെ കിട്ടും. ഓറിയന്റിസ്റ്റുകളാണ് ഹദീസ്. ഖുർആൻ ഒരു പുസ്തകമല്ലുള്ളൂ, അയിമൊന്നുണ്ടാക്കിയാൽ മതില്ല. എങ്ങനെയായാലും ഹദീസ് ഇതിങ്ങനെ ചെതറി കിടക്കുന്ന 10, 20, 25 പുസ്തകങ്ങളുടെ ഹദീസിന്റെ കിതാബുകൾ, ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, തിർമിദി, നസായി എന്നൊക്കെ പറഞ്ഞു വാരി വലിച്ചു കിടക്കുക. അത് പലയിടത്തും ഇങ്ങനെ കിടക്കുക. അതിന് ഇൻഡെക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര സാമർത്ഥ്യം എടുക്കണം? അത് എവിടെയൊക്കെ ഉണ്ട് ഒരു ഹദീസ്, ഒരു വിഷയത്തിൽ വന്ന ഹദീസ് ഏതൊക്കെ കിതാബുകളിൽ, ഏതെല്ലാം അധ്യായങ്ങളിൽ, ഏതെല്ലാം ഭാഗങ്ങളിൽ എവിടെയൊക്കെ വന്നിട്ട് കൃത്യം കിട്ടി നോക്കാൻ കഴിയുന്നു. ഈ കമ്പ്യൂട്ടർ സംവിധാനം ഇല്ലാത്ത കാലത്തുണ്ട്. ആരാരുണ്ടാക്കി? ഓറിയന്റലിസ്റ്റുകളാണ്. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാ, പഠിക്കാൻ വേണ്ടി അവർക്ക് സൗകര്യത്തിന് അവരുണ്ടാക്കി. അതാണ് നമ്മൾ അവലംബിക്കുന്നത്. അത്രയൊക്കെ പഠനവും വിഷയം ഇവരൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഖുർആൻ തകരുന്നില്ല. അവർക്ക് തകർക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്ത് നിങ്ങൾ 4 വരി ഇതേമാതിരി എഴുതി കൊടുന്നാളിന്ന അത് മാത്രം ആരും ചെയ്യൂല. അവിടെ തന്നെയാണ് പരാജയം അവരുടെ. ബാക്കിയൊക്കെ ഓരോന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചെന്താ പറയുക, നിങ്ങൾ ഖുർആന്റെ വാദം ഇന്നും അജയ്യമായി തന്നെ നിലനിൽക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൊണ്ടുവരും. ഇനി നമ്മളുടെ ഭാഗത്ത് പറയേണ്ട ഒരു സംഗതി, നമ്മുടെ ചില ആളുകളുണ്ട് ഖുർആനെ വിമർശിക്കുമ്പോഴേക്ക് പൊട്ടിത്തെറിച്ച് ബേജാറായി മറ്റേ ഇറാനിലെ ഖുമൈന്റെ മാതിരി വധശിക്ഷ വിധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരാവശ്യമില്ല, അതിനൊന്നും ഒരാവശ്യമില്ല. നമ്മൾക്കൊരു പേടി ഖുർആന്റെ കാര്യത്തിൽ വേണ്ട. അങ്ങനെ ആരും ഭീഷണിപ്പെടുത്തും വേണ്ട. ഖുർആൻ തന്നെ സ്വീകരിച്ചൊരു വഴിയാണല്ലോ നമ്മളിപ്പോ ഈ പറഞ്ഞത്. ഖുർആനെ വിമർശിച്ചാൽ ദൈവികല്ല എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നല്ല പറഞ്ഞത്. 2 വരി എഴുതി കൊണ്ടെന്നോ ആ സഹിഷ്ണുത നമ്മളും കാണിക്കണം. 2 വരി എഴുതി കൊണ്ടാൽ ആദ്യം പൊളിച്ചുള്ള വെറുതെ ഇങ്ങനെ ഖുർആനെ പറയാൻ നിൽക്കണ്ടല്ലോ പറഞ്ഞാൽ നമ്മളും ചൂടാകേണ്ട ആവശ്യമില്ല. ഖുർആൻ ധൈര്യമായിട്ട് ഒരു പോറലും ഏൽക്കാതെ എവിടെയും കൊണ്ടുപോയി നമ്മൾക്ക് വെക്കാം. ആരും അതിനെ തോൽപ്പിക്കില്ല. എല്ലാറ്റിൻ്റെയും മേലെ അത് അന്ന് നിന്നതുപോലെ ഇന്നും നിൽക്കും, ഇനി ഭാവിയിലും നിൽക്കും. നിങ്ങൾക്കത് കഴിയില്ല, വലൻ തഫ്അലു, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ ഖുർആൻ പറയുന്നു. അതൊരു പ്രവചനാണ്, അത് കഴിയില്ല. ഇനി അതില് ഈ ദൈവികമായ ഈ ഗ്രന്ഥം നമുക്ക് അതിന്റെ ചില ഭാഗങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഗ്രന്ഥം ദൈവികമാണ്, അതിന്റെ ആശയങ്ങൾ, അല്ലെങ്കിൽ 14 നൂറ്റാണ്ടിന് ശേഷവും അത് നിലനിൽക്കുന്നു, ഇനിയും നിലനിൽക്കണം എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രസക്തമായൊരു ഭാഗം ഒന്ന്, ആ ഗ്രന്ഥത്തിൽ പറയുന്ന അതിന്റെ മെസ്സേജ്, സന്ദേശം, ആശയങ്ങൾ നിത്യകാല പ്രസക്തമായിരിക്കണം. നല്ലപോലെ ശ്രദ്ധിക്കുക, നിത്യകാല പ്രസക്തായിരിക്കണം, എന്നെന്നും പ്രസക്തായിരിക്കണം. ഒരു പുസ്തകം പലതും ഉണ്ടല്ലോ ഇവിടെ, ആരും വായിച്ചു നോക്കാത്തതുണ്ട്, തിരിഞ്ഞു നോക്കാത്തതുണ്ട്. കാരണം എന്താ? അതത് എഴുതിയ കാലത്ത് അന്ന് സംഗതി ആയിരിക്കും, പിന്നെ ആർക്കും വേണ്ടത്, ഒരു പ്രസക്തി ഉണ്ടാവില്ല. ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ എഴുതിയത് പോലും തിരിഞ്ഞു നോക്കാത്തതുണ്ട്. നിത്യപ്രസക്തി പറഞ്ഞാൽ അതിനൊന്നുമില്ല. ഇപ്പൊ കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, മൂലധനം എന്ന് പറഞ്ഞ പേരിൽ അത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് മാർക്സിസം എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിലെ ഒരു തീപ്പന്തം പോലെ വന്ന് ജ്വലിച്ചു നിന്ന വലിയൊരു വിപ്ലവ ആദർശം.
അതിന്റെ എപ്പോഴും നടത്തുന്ന രാഷ്ട്രീയമല്ല പറഞ്ഞത്. അതൊക്കെ പിന്നെ എല്ലാവരും ഇവിടെ അവനെ രാഷ്ട്രീയം കളിക്കുക, അതല്ല. അതൊരു വൻ ചിന്തയായിട്ട് കാൾ മാർക്സും എംഗൽസും കൂടി എഴുതിണ്ടാക്കിയതാണ്. ഒരുപാട് രാജ്യങ്ങൾ അത് വിപ്ലവം ഉണ്ടാക്കി. ഒരു പറഞ്ഞിടത്തൊന്നും ഉണ്ടായില്ലെങ്കിലും ചിലയിടത്തൊക്കെ ഉണ്ടായി. രാജ്യങ്ങളുടെ അതിരുകളൊക്കെ മാറ്റി വരക്കേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ രാഷ്ട്രങ്ങളും രാജ്യങ്ങളൊക്കെ അതിൻ്റെ ഇതൊക്കെ ഈ അടുത്ത കാലത്താ, പഴയതല്ല. വലിയ വിപ്ലവമായിട്ട് വന്നിരുന്നു. തൊഴിലാളി മുതലാളി ബന്ധങ്ങളെ പറ്റി, മൂലധനത്തെ പറ്റി, പിന്നെ ബൂർഷ ചിന്തകൾ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കുറെ സാങ്കേതിക ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ചിന്ത. ഇമ്പീരിയൽ ലൈബ്രറിയിൽ ഇരുന്ന് മാർക്സ് എഴുതി ഉണ്ടാക്കിയതാണ്. ഇത് അവിടുത്തെ എല്ലാ പുസ്തകവും വായിച്ച ആളാണ് നാർത്തത്തെ പറ്റി പറയുന്നത്. അത്ര ഇരുന്ന് പഠിച്ചുണ്ടാക്കി വലിയ ചിന്തയായിട്ട് സമർപ്പിച്ച ഗ്രന്ഥ. ഇക്കാലത്ത് പണ്ട് നബിന്റെ കാലത്തുള്ളതല്ല, അറബ് രാജ്യത്തല്ല, ഏറ്റവും പരിഷ്കൃത ലോകത്തുണ്ടാക്കിയ ഗ്രന്ഥ. ആ ഗ്രന്ഥം വായിച്ച് എത്ര ആളുണ്ടാവും ലോകത്ത്? ഒരു കുട്ടി ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് പറയാം. കേരളത്തിലെ മാർക്സിസം ആദർശമാണ്, അന്തിമ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല. ഒന്നോ രണ്ടോ ആളുകൾ വായിക്കാം ചിലപ്പോൾ. ഇവിടുത്തെ ആളുകൾക്കൊന്നും അത് ആവശ്യമില്ലെന്ന്. അതെന്താ ആവശ്യമില്ലാതായി വന്നത്? ആ പുസ്തകം വലിയ തടിച്ച പുസ്തകമാണ്. അതിൽ അക്ഷരങ്ങൾക്ക് ഇന്ന് പ്രസക്തി ഇല്ല. അതിൽ പറഞ്ഞ ആശയങ്ങളുടെ ലോകത്തൊക്കെ ജനങ്ങൾ കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ചിന്തകൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല. അത് വായിച്ചാൽ പോലും മനസ്സിലാകുന്നില്ല. ഇത് നമ്മൾ വെറുതെ അങ്ങനെ ആരോപിക്കല. അതിന്റെ ആളുകൂടി ചോദിച്ചാൽ അതിലെ സാങ്കേതിക ശബ്ദങ്ങൾ പുതിയ കാലത്ത് വ്യക്തമാകുന്നില്ല. നമ്മൾ പറഞ്ഞാൽ, പരിഹാസ്യ രൂപേണ പറഞ്ഞാൽ, ലൈബ്രറിയിൽ വെറുതെ വിശ്രമിക്കാണ്, ചതല് പോലും പിടിക്കൂല എന്ന് പറയുവാണെങ്കിൽ, ചതലിനും കൂടി പറ്റാത്ത വിധം മരവിച്ച ആശയങ്ങളായിട്ട് അതിങ്ങനെ കിടക്കുകയാണ്. ഇവിടുത്തെ ഒരൊറ്റ സൈദ്ധാന്തികന്മാരും മാർക്സിന്റെ ആശയം കൊണ്ടു നടക്കുന്ന ഒറ്റ സൈദ്ധാന്തികന്മാരും തൊട്ടു നോക്കാത്ത സാധനം എന്നെഴുതിയ പുസ്തകങ്ങൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം വലിയ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥം ആർക്കും വേണ്ട. എന്നാൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ സാങ്കേതിക ജ്ഞാനമില്ലാത്ത അറബി വംശജർക്കിടയിൽ മരുഭൂമിയിലെ ഒട്ടകങ്ങളെ ആടുകളൊക്കെ നോക്കിയാൽ നിന്ന കാലത്ത് എഴുത്തു വായന അറിയാത്ത ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുത്ത വാക്ക്, ആ വാക്ക് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവിതത്തിന്റെ ഉള്ളും പുറവും ഇപ്പോഴും നിയന്ത്രിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം ആ കാര്യം. ഉള്ളും പുറവും ഇപ്പോഴും കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവിതത്തിന്റെ ഉള്ളും പുറവും ക്രമീകരിച്ചു കൊണ്ട് നടക്കുന്ന ആ ഗ്രന്ഥത്തിലെ വരികളാണ്. അതിലാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളുകൾ. ആ ഗ്രന്ഥത്തിലെ വരികളാണ്. ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുന്നത് ആ ഗ്രന്ഥത്തിലെ വരികളാണ്. അല്ല, അവന്റെ ഇരിപ്പും നടപ്പും നോട്ടവും പെരുമാറ്റവും ഒക്കെ നിയന്ത്രിക്കുന്നു ആ ഗ്രന്ഥത്തിലെ നിയമങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു ഗ്രന്ഥമേ ലോകത്തുള്ളൂ, അത് വിശുദ്ധ ഖുർആനാണ്. ഈ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്, കുടുംബജീവിതം സംവിധാനിക്കുന്നത്, സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞതിന്റെ തത്വങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം ഖുർആനേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയ പുസ്തകം ഇറങ്ങിയാൽ പോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതിന്റെ ഭാഷ പ്രസക്താകുന്നില്ല, ആശയം പ്രസക്താകുന്നില്ല. ഇപ്പൊ മലയാളത്തില് എഴുതിയ നോവലുകളുണ്ട്, അതാണ് സാഹിത്യം എന്ന് പറയുന്നത്. നോവലുകളുണ്ട്. ഇന്ദുലേഖ, ചന്തുമേനോന്റെ. നമ്മളാ സ്കൂളൊക്കെ പഠിക്കാറുള്ളത് ലക്ഷണമൊത്ത ഒന്നാമത്തെ സാഹിത്യ ഗ്രന്ഥം എന്നാ മലയാളത്തിലെ. ആരാ വായിച്ചു നോക്കല്? ആരും വായിക്കുന്നില്ല. എന്താ അതിന് കാരണം? അതിൽ പറയുന്ന ആശയങ്ങൾ അക്കാലത്ത് 100 വർഷം മുമ്പുള്ളതാണ്, പ്രസക്തമായിരുന്നു, അന്നത്തെ ഒരു ചർച്ചയായിരുന്നു. ഇപ്പോഴും ചില പ്രസക്തിയൊക്കെ ഉണ്ടാവും, പക്ഷെ കാലഹരണപ്പെട്ടു പോവാണ്. ആളുകൾക്ക് വേണ്ട. ഇന്ന് അങ്ങനെ എന്തെല്ലാം എന്നറിയാം നിങ്ങൾ, ഒക്കെ അങ്ങനെ തന്നെ വലിയ ചർച്ചകളായി വരുന്നൊക്കെ അപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ പിടിച്ചിരിക്കുന്നല്ലാതെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് എല്ലാം ദിവസങ്ങളുടെ ആയുസ്സേ ഉള്ളൂ. അപ്പോഴേക്ക് തീരണല്ലോ. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് നമ്മളെ ഒരു പ്രത്യേകത, ഇപ്പോഴും
ഇന്നും ഇന്നലെയും ഒക്കെയും വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ആശയം ഇവിടെ ചർച്ചയാണ്, വിമർശകർ ഉന്നയിക്കുന്നു. ഇപ്പൊ ഇന്നലെ വന്നു വിവാഹമുക്തയുടെ ചെലവ് കൊടുക്കുന്നതിനെ പറ്റി, ഇന്നലെ ചർച്ചയാണ്. ഇനി നാളേക്ക് വേറൊരു വിഷയം വരും. ഈ സമൂഹ തലത്തിൽ ഖുർആന്റെ വിമർശകർ എപ്പോഴും ഖുർആൻ ചർച്ചയാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്? ബൈബിളിന്റെ എന്തെങ്കിലും ആരും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഹിന്ദു പുരാണങ്ങൾ ആരെയും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? അല്ല അതിന് നിയമം ശരിയല്ല അറിഞ്ഞാണ്ട് ഇല്ല. അതിന് കാരണം എന്താ? ആർക്കും വേണ്ട. ഖുർആൻ ഇപ്പോഴും അവരിങ്ങനെ കൊണ്ടുവന്നതിന്റെ മുമ്പിൽ ഇങ്ങനെ മികച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിനെ നേരിടാൻ കഴിയില്ല, അതിനെ കവച്ചു വെച്ച് പോകാൻ കഴിയില്ല. അപ്പൊ അതിനെതിരെ ചർച്ച ഉണ്ടാക്കുക, അത് തന്നെയാണ് ഖുർആന്റെ ചെയ്യാറ്. അതാണ് ദൈവ്യം. അതിന്റെ ഭാഷ പ്രസക്തമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഇപ്പൊ ഈ ലക്ഷണമൊത്ത നോവൽ എന്നൊക്കെ പറയുന്നതിന്റെ ഭാഷ ഒന്ന് വായിച്ചു നോക്കേണ്ടി കിട്ടൂല. ഹിന്ദു പുരാണങ്ങൾ വായിക്കണമെങ്കിൽ സംസ്കൃതം പഠിച്ചാൽ മാത്രം പോരാ. പുരാണിക് എൻസൈക്ലോപീഡിയ എന്നുള്ള പേരിൽ ഇറക്കിയ പുസ്തകം വേറെ കയ്യിൽ അങ്ങേ പുറത്ത് വെക്കണം. കാരണം അതിലെ അക്ഷരങ്ങൾ, വാക്കുകൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഖുർആൻ അങ്ങനെയല്ല. അറബി ഭാഷ പഠിച്ച ഒരാൾക്ക് ഇങ്ങനെ വായിച്ചു പോകാം. 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു പുസ്തകം വളരെ കൂളായിട്ട് ഇങ്ങനെ വായിച്ചാണ് പോവാം. വളരെ ചിലപ്പോൾ ചില സാങ്കേതിക ശബ്ദങ്ങളെ പഠിക്കേണ്ടി വരുള്ളൂ, ബാക്കിയൊക്കെ അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ളത്. എന്താണ് അങ്ങനെ ഒരു ഗ്രന്ഥം? അത് തന്നെയാണ് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചതാണ് എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിന്റെ പ്രസക്തി. ഇനി അതില് ഞാൻ പറഞ്ഞു, അതിന്റെ ആശയങ്ങൾ നിത്യപ്രസക്തായിരിക്കണം, ഭാഷ പ്രസക്തായിരിക്കണം, കാലഘട്ടത്തെ അതിജീവിച്ചു പോകണം. ഇതൊക്കെ നിലനിന്നെങ്കിൽ ഒരു ഗ്രന്ഥം നിത്യപ്രസക്തം അല്ലെങ്കിൽ ദൈവിക എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ പുസ്തകം എഴുതിയില്ലേ, ഇവര് ചർച്ച ചെയ്യുക, അതൊക്കെ പോയി എന്ന് പറഞ്ഞെടുത്ത് പോകും. ഞാൻ അതില് 1-2 നിയമങ്ങൾ, എല്ലാ ഭാഷകളും പറയണമെങ്കിൽ കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. 1-2 നിയമങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, ഈ ഏറ്റവും ചെറുത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇപ്പോ മുല കുടിക്കുന്ന കുഞ്ഞ്, ഗർഭസ്ഥാവസ്ഥയിലുള്ളത്, ഈ 2 വിഷയത്തിലും എന്ത് നിയമമാണ് ഇവിടുത്തെ ഒരു മതഗ്രന്ഥത്തിലോ മതേതര ഗ്രന്ഥത്തിലോ ഉള്ളത്? മതഗ്രന്ഥങ്ങളിൽ ഒന്നും ഉള്ളതായിട്ട് നമുക്കറിയില്ല. അതിനൊക്കെ പറ്റി വലിയ വിശദമായ നിയമങ്ങളുള്ളത്. ഈ മതേതര ഗ്രന്ഥത്തിൽ അതാത് കാലത്ത് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നതല്ലാതെ ക്രോഡീകരിച്ച് വെച്ചിട്ടൊരു നിയമമുള്ളതായിട്ട് നമ്മൾക്കറിയില്ല. ഭൗതികന്മാരോ അല്ലെങ്കിൽ സാങ്കേതിക രംഗത്ത് പറയുന്നവരൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ നമ്മൾക്കറിയില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പറഞ്ഞ കൂട്ടത്തിൽ ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ടും മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുമായി ബന്ധപ്പെട്ട് എത്ര നിയമങ്ങൾ ഒരൊറ്റ ആയത്തിൽ പറഞ്ഞറിയ നിങ്ങൾ? അത് ആ പറഞ്ഞ നിയമങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ല, അത് പറയുന്ന കാലത്ത് എത്ര പ്രസക്തി ഉണ്ടോ അതേ പ്രസക്തി ഇപ്പോഴും ഉണ്ട്. ഒരായത്ത് സൂറത്തുൽ ബഖറയിലെ 233 ആയത്ത്, ഒരു ഉദാഹരണത്തിന് വേണ്ടി നമുക്ക് പഠിക്കും ചെയ്യാം, വിഷയം അറിയാനും വേണ്ടിയാണ്. വൽ വാലിദാതു യുർദിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാ വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ് ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ ലാ തുദാറ വാലിദത്തുൻ ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദിഹി വഅലൽ വാരിസി മിസ്ലു ദാലിക. കുറച്ചുകൂടി ഉണ്ട്. നിങ്ങൾ ഇതിന്റെ അർത്ഥം ശ്രദ്ധിച്ചു നോക്കുക. ഇത്രയും ഒരൊറ്റ ആയത്താണ്, 2 ആയത്ത്, ഒരായത്ത് 233 ആയത്ത്. വൽ വാലിദാതു യുർദിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ യുതിമ്മ റളാ. ആദ്യത്തെ വരിയതാ. മാതാക്കൾ എന്ന് പറയുന്നത് കുട്ടിന്റെ ഉമ്മ എന്നർത്ഥം. വാലിദാത്ത് കുട്ടിയെ പ്രസവിച്ച ഉമ്മ. അതിന്റെ കുഞ്ഞിന് മക്കൾക്ക് പൂർണ്ണമായും 2 വർഷം മുലയൂട്ടണം. ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ 2 വർഷം മുലയൂട്ടണം. ലിമൻ അറാദ യുതിമ്മ റളാ, ഒരു ക്ലോസ് പറയുന്നത് മുലകുടി പൂർത്തിയായിട്ട് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും തന്റെ കുഞ്ഞിനെ മുല കൊടുക്കണം എന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് പൂർണ്ണമായി 2 വർഷം ഉമ്മമാർ മുലയൂട്ടേണ്ടതുണ്ട്. ഈ ശാസ്ത്രമൊന്നും പഠിക്കുന്ന കാലല്ല നബിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞത്. മക്കത്ത് മദീനത്ത് മുലയൂട്ടിന കുടിക്ക് കൊടുക്കാൻ മടിയുള്ള ഉമ്മമാർ വന്നപ്പോ
പോസ്റ്റർ ഒട്ടിച്ചിരുന്നാണ്. ഓക്കെ, 2 വർഷം കുഞ്ഞിന് ഹെൽത്ത് സെന്ററുകളിലൊക്കെ കാണാം. ഈ ഇടക്കാലത്തൊക്കെ കണ്ടിരുന്നു ആ ബോർഡ്. ഈ മുല കൊടുക്കാൻ മടിയുള്ള കുറെ പെണ്ണുങ്ങൾ വന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അതെന്താ ആരോഗ്യത്തിന് മോശമാണ്, സൗന്ദര്യം കുറയുന്നൊക്കെ പറഞ്ഞാണ്. അപ്പം ബോർഡ് വെച്ചിട്ടുണ്ടിരുന്നു 2 വർഷം മുല കൂട്ടണം. ഖുർആൻ അതേ വാക്ക് പറയുന്നു, 2 വർഷം മുല കൂട്ടണം. പൂർണ്ണമായിട്ട് കൊടുക്കണം താല്പര്യമുള്ളവൻ. ആ വാക്കുകൾക്ക് ഉദ്ദേശമുണ്ട്. പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കണം ദമ്പതികൾ തീരുമാനിക്കേണ്ടതാണ്. 2 വർഷം പൂർണ്ണമായിട്ട് മുല കൂട്ടണം. ഇനി അടുത്ത വരി, നിങ്ങൾ നോക്കണ ഒരു പ്രസവിച്ച കുഞ്ഞിനെ പറ്റിയുള്ള നിയമങ്ങളായി പറഞ്ഞു. വാലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ് ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ. വാലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. ആർക്കാണോ കുഞ്ഞു പിറന്നത്, അങ്ങനെ ഖുർആൻ പറയും, ആർക്കാണോ കുഞ്ഞു പിറന്നത് അവന്റെ മേൽ ബാധ്യതയാണ് അവരുടെ, അതാ ഉമ്മാന്റെ മുല കൂട്ടുന്ന ഉമ്മാന്റെ കിസ്വത്തുഹുന്ന റിസ്ഖുഹുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കലും അവർക്ക് വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കലും അവന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ബിൽ മഅറൂഫ്, അത് മര്യാദ അനുസരിച്ച് ചെയ്യണം. മര്യാദ അനുസരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിന്റെയും ജീവിത നിലവാരം എന്താണോ ആ നിലവാരം അനുസരിച്ച് അത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത. ആർക്കാണോ കുഞ്ഞു പിറന്നത് അവന്റെ. ആർക്കാ കുഞ്ഞു പിറന്നത്? ഉമ്മാക്കല്ല. കുഞ്ഞു പിറന്നത് ബാപ്പാക്ക. കുട്ടിന്റെ തന്തയാണ് കുഞ്ഞിന്റെ ഉടമസ്ഥൻ. അവന്റെ മേൽ ബാധ്യത ഉണ്ട്. ആ കുഞ്ഞിന് മുല കൂട്ടുന്ന കാലത്ത് ആ കുഞ്ഞിന്റെ ഉമ്മാക്കുള്ള ഭക്ഷണവും വസ്ത്രവും കൊടുക്കേണ്ട അവന്റെ ചുമതലയാണ്. മഅറൂഫ് അനുസരിച്ച് പറഞ്ഞാൽ ആ നാട്ടിലെ ജീവിത സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിലവാരം എന്താണോ ആ നിലവാരം അനുസരിച്ച് കൊടുക്കണം. ഉയർന്ന സ്ഥലത്തിന് അനുസരിച്ച് കൊടുക്കണം. മറ്റേ നിലവാരമാണെങ്കിൽ ആ നിലവാരം അനുസരിച്ച് കൊടുക്കണം. അത് അവന്റെ മേൽ ബാധ്യതയാണ്. മഅറൂഫ് അനുസരിച്ച് മര്യാദ അനുസരിച്ച് കൊടുത്തോളണം. നിയമമാണ്. ആരാ കൊടുക്കേണ്ടത്? ബാപ്പ. കുട്ടിന്റെ ബാപ്പ കൊടുക്കേണ്ടത്. അത് വിശദീകരിക്കേണ്ട സംഗതിയാണ്. നമ്മൾക്കത് പറയേണ്ട എന്നാലും പറയട്ടെ. വിശദീകരിക്കേണ്ടത്, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയെ, ഗർഭിണിയായ സ്ത്രീ വിവാഹമുക്തിയായി, വിവാഹമോചനം ചെയ്യപ്പെട്ടു. വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ വിവാഹമോചനം ചെയ്യപ്പെട്ടു, ആ സ്ത്രീ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ മുലയൂട്ടേണ്ടത് ആരാണ്? അമ്മക്കൊരു ഒരു ബാധ്യതയില്ല. ബാപ്പാന്റെ ഉത്തരവാദിത്വത്തിലാണ് വരുന്നത്. ആ മുലയൂട്ടുന്ന സ്ത്രീ ആരാണോ അവർക്ക് ഭക്ഷണവും ചെലവും കൊടുക്കേണ്ടത് ഇവന്റെ പണിയാണ്. നിങ്ങൾക്ക് ലോകത്തൊരു ഗ്രന്ഥത്തിൽ ആ നിയമം ഉണ്ടാവില്ല. ഒരു കോടതിക്ക് അതിനപ്പുറം പറയാൻ കഴിയില്ല. ആർക്കാണോ കുഞ്ഞു പിറന്നത് ആണിനാ, പെണ്ണിനല്ല. ആ ആണിനാണ്, ആ തന്തക്കാണ് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. ആ കുഞ്ഞിനെ സംരക്ഷിച്ചിട്ടില്ല. നമ്മളെ നാട്ടില് ആരെങ്കിലും നടപ്പാക്കലുള്ളത് വിവാഹമുക്ത പെണ്ണിനെയും തള്ളിനായിട്ട് വിടുകയാണ്. പിന്നെ ഓള് നോക്കിക്കോളാം. നല്ല ഇവനാണ് നോക്കേണ്ടത്. കുഞ്ഞിന്റെ ചെലവ് നോക്കേണ്ടത് തന്തയാണ്. അവനാണ് കുഞ്ഞ് പിറന്നത്. അത് അവൻ ഒഴിവാൻ പാടില്ല. അവന്റെ ബാധ്യതയാണ്. അല്ല, സ്ത്രീക്കല്ല അതിൽ ഉത്തരവാദിത്തമുള്ളത്. ഒരു സ്ത്രീ പറയാണ്, പ്രസവിച്ചിട്ട് ഗർഭിണിയാണ്, വിവാഹമുക്തിയായി പ്രസവിച്ചു. ആ പ്രസവിച്ചതിന് ശേഷം ആ സ്ത്രീ പറയാണ്, താഴെ വരുന്നുണ്ട് വിശദീകരണം. സ്ത്രീ പറയാ, നിങ്ങളുടെ കുട്ടിക്ക്, ഉമ്മ പറയാ, നിങ്ങളുടെ കുട്ടിക്ക് ഞാൻ മുലയൂട്ടില്ല എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് അവരുടെ മുലയൂട്ടണം എന്ന് പറയാൻ കഴിയില്ല. ഉപദേശിക്കാനേ പറ്റുള്ളൂ. എന്റേതല്ല കുഞ്ഞ്, നിങ്ങളുടെതാണല്ലോ, നിങ്ങൾക്ക് ഉണ്ടായ കുട്ടിയാണ്. നിങ്ങളെ കുട്ടി നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂടി എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല നിയമപരമായിട്ട്. അഥവാ അവൾ മുലയൂട്ടുന്നു എങ്കിൽ അതിന്റെ ചെലവൊക്കെ ഇവൻ കൊടുക്കണം എന്നാ അവന്റെ ഉത്തരവാദിത്തത്തിൽ. ആണിനാണ് ഉത്തരവാദിത്തമുള്ളത്. അത് വളരെ ശക്തമായൊരു നിയമമാണ്. അതിന്റെ ഗുണമാണ്, അതിന്റെ ഗുണം സമൂഹം അനുഭവിക്കും. അതില്ലാത്തടത്താണ് ഈ പെണ്ണുങ്ങളൊക്കെ ഈ കോലത്തിലാക്കി വിടുന്ന കഥ ഉണ്ടാണ്. പെണ്ണുങ്ങൾ പീഡനം സഹിക്കുക, പ്രശ്നം എന്നൊക്കെ പറഞ്ഞില്ല, ഒക്കെ കാരണം. അപ്പൊ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കൊടുക്കണം. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ. എന്നിട്ട് അടുത്ത വരി, ഒരാൾക്ക് കഴിയുന്നതല്ലാതെ ചുമതലപ്പെടുത്തുന്നില്ല. കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ സാമ്പത്തിക ശേഷി കുറഞ്ഞവനായിരിക്കും, അതിനനുസരിച്ച് കൊടുത്താൽ മതി. കൂടി അതിനനുസരിച്ച് കൊടുക്കണം. അതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇല്ലാ വുസ്അഹാ. ലാ തുദാറ വാലിദത്തുൻ ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദിഹി. ഈ കുട്ടി കാരണമായിട്ട്, ജനിച്ച കുഞ്ഞ് കാരണമായിട്ട് അതിന്റെ ഉമ്മയും കഷ്ടപ്പെടാൻ പാടില്ല,
ജനിപ്പിച്ച പിതാവും കഷ്ടപ്പെടാൻ പാടില്ല. രണ്ടാൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന രീതിയിൽ നല്ലവർക്ക് പോകണം. ഉമ്മ കൊടുക്കൂല എന്ന് പറയണ്ട, കൊടുത്തോട്ടെ മോല, നിയമപരമായിട്ട് കൊടുക്കൂല എന്ന് പറയാം, പക്ഷെ കൊടുക്കണം. കൊടുത്താൽ അവർ കൊടുക്കണം. ഞാൻ അഥവാ കൊടുത്തില്ലെങ്കിലോ വേറെ ഉമ്മാനെ കണ്ടെത്തി മുല കൂട്ടാൻ ബാപ്പാക്കാണ് ബാധ്യത ഉള്ളത്. കാരണം കുഞ്ഞിനോട് ബാധ്യത ബാപ്പാക്കാണ്. അവനിങ്ങനെ നടക്കാനുള്ള ആളല്ല, അവന്റെ ഉത്തരവാദിത്തത്തിലാണ് കുഞ്ഞുള്ളത്. ആ കുഞ്ഞിന്റെ ഉമ്മ കൊടുക്കൂലാറിന വേറൊരു ഉമ്മാനെ കണ്ടെത്തി മുല കൂട്ടണം. ഇല്ലെങ്കിൽ എന്ത് പാലാണോ അതിന് വാങ്ങിക്കൊടുക്കേണ്ടത് ഒക്കെ വാങ്ങിക്കൊടുക്കേണ്ടത് ഇപ്പൊ എന്റെ പണിയാണ്. നിങ്ങൾക്ക് എത്ര ശക്തമാണ് ആ നിയമം നോക്ക്. നിങ്ങൾ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, കുട്ടിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആണായതിന്റെ സ്വഭാവം കാണിക്കും. അവനെ ആണാക്കിയതിനാ അല്ല, ആണാക്കി പഠിച്ചത് ആ ശരീര പ്രകൃതി മനസ്സിൽ കൊടുത്തതിനാ. അതൊക്കെ അവനാണ്ട് ചെയ്യണം. വല മൊലുത് പോലെ വാലൽ വാരിസി മിസ്ലുദാലിക. നമുക്ക് അടുത്തൊരു വരി, ഇങ്ങനെ ഒരൊറ്റ ചെറിയൊരു വാക്ക്, വാലൽ വാരിസി മിസ്ലുദാലിക. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാപ്പയോ അല്ലെങ്കിൽ മറ്റാരോ ഇല്ലാതൊക്കെ, ബാപ്പ മരിച്ചു പോകാലോ, ബാപ്പ മരിച്ചു പോകാം. കുഞ്ഞിരിക്കുമ്പോ ബാപ്പല്ല, കുഞ്ഞി കാര്യം ചെയ്തു കൊടുക്കും. വാലൽ വാരിസി മിസ്ലുദാലിക. ബാപ്പാന്റെ സ്വത്ത് ആരൊക്കെ അനന്തരം എടുക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ ബാധ്യത ഉണ്ട്. നിങ്ങൾ ആലോചിച്ചൊരു നിയമമാണിത്. വാലൽ വാരിസി മിസ്ലുദാലിക. അനന്തരം എടുക്കുന്നവർക്കൊക്കെ ഈ ബാധ്യത ഉണ്ട്. ആ കുട്ടി നോക്കാം, ബാപ്പാന്റെ സ്വത്ത് വാങ്ങി പോയാൽ പോരാ, ആ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത അവരുടെ പരിധിയിലാണുള്ളത്. ആരുടെയും പറയാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഖുർആൻ അങ്ങനെ നിയമമുണ്ട്. ഏതെങ്കിലും ഒരു കോടതി ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു നിയമം ഞാൻ പറയോ? ഒന്നും പറയാനില്ല. ബാപ്പ മരിച്ചു, ബാപ്പ മരിക്കുമ്പോൾ ആരൊക്കെ സ്വത്ത് അനന്തരം എടുക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ കുഞ്ഞിനെ നോക്കാനുള്ള ബാധ്യതയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി നോക്കിയിട്ട് വേണം പോകാൻ. ഇതിപ്പോ ഏതാ നിയമം എന്താ നിങ്ങള്? ഒരു ജനിക്കുന്ന കുഞ്ഞിന്റെ ജനിച്ച സമയത്തുള്ള നിയമങ്ങളാ. ആ കുട്ടിക്ക് ഈ ദുനിയാവിൽ എല്ലാ സംരക്ഷണത്തോടും പ്രൊട്ടക്ഷനോടും കൂടി ജീവിച്ചു പോണം. അനാഥത്വം ആ കുഞ്ഞിനെ ഒരു പ്രയാസത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ബാപ്പിയമ്മയും തമ്മിലുള്ള വിവാഹമോചനം കുഞ്ഞിന് പ്രയാസമാകാൻ പാടില്ല. കുഞ്ഞിന്റെ പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അതിനെ വളർത്തിയെടുക്കേണ്ടത് ഒരു പൗരനാണ്. ആ പൗരന് അവകാശപ്പെട്ടൊക്കെ കൊടുക്കണം. അതൊക്കെ നിയമപരമായിട്ടാണ് വെച്ചു കൊടുത്തിട്ട് ഖുർആൻ കൊണ്ടുപോകണം. ഇങ്ങനെ ഒരു ഗ്രന്ഥം നിയമം പറഞ്ഞ ഒരു ഭാഗമാണ്. ഒരു ചെറിയ കുഞ്ഞിന്റെ കേസാണ്. ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു കോടതിക്ക് നിയമവ്യവസ്ഥ പറയുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും പറയാനുണ്ടോ? ആരും പറയാറില്ല. പലരും ഖുർആന്റെ അത്തരം നിയമങ്ങൾ പുകഴ്ത്താണ് വിവരമുള്ളവരൊക്കെ ചെയ്യുന്നത്. വാലൽ വാരിസി മിസ്ലുദാലിക. ഇനി അടുത്തത് ഫൈൻ അറാദ ഫിസാലൻ അൻ തറാളിൻ മിൻഹുമാ വതശാവുരിൻ ഫലാ ജുനാഹ അലൈഹിമാ. ഭാര്യയും ഭർത്താവും, അത് ബാപ്പയും ഈ ഫിസാലൻ അൻ തറാളി മിൻഹുമാ വതശാവുരിൻ, പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ടോ തൃപ്തിപ്പെട്ടുകൊണ്ടോ അവര് മുലകുടി ബന്ധം വിച്ഛേദിക്കണം 2 വർഷം തീരുന്നതിന് മുമ്പ്. ശ്രദ്ധിക്കുക, 2 വർഷം കൊടുക്കണം എന്ന് പറഞ്ഞു. ആ 2 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ അടുത്ത കുഞ്ഞിന് ഗർഭം ചുമക്കാം. അപ്പോഴാണ് ഇത് മുലകുടി നിർത്തേണ്ടി വരുന്നത്. അങ്ങനെ രണ്ടാളും കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നതിന് കുറ്റമൊന്നുമില്ല. 2 വർഷം കൊടുക്കുന്നതാണ് അതിന്റെ പൂർണ്ണമായ മുല കൂട്ടുന്ന പ്രായം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അടുത്ത കുഞ്ഞുണ്ടാവാം. അങ്ങനെ രണ്ടാളും കൂടി തീരുമാനിക്കുകയാണ്, ആയിക്കോട്ടെ 1.5 കൊല്ലം കുട്ടികൾ ആയിക്കോട്ടെ, എന്നാലും വീട്ടിലാരും കുറ്റമൊന്നുമില്ല. ഫലാ ജുനാഹ അലൈഹിമാ. നമുക്ക് അതൊക്കെ പറയേണ്ട കൂടാ. വൈൻ അറത്തുമൻ തസ്തർലിയു ഔലാദക്കും ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും ആതൈതും ബിൽ മഅറൂഫി. ഇനി നിങ്ങളുടെ കുഞ്ഞിന് ഉമ്മാക്ക് മുല കൊടുക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ വിവാഹമോചനം, അല്ലെങ്കിൽ ഉമ്മാക്ക് രോഗം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം മുല കൂട്ടാൻ പറ്റാത്ത വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അറുത്തും തസ്തർലിയു ഔലാദക്കും, വേറെ ഒരു ഉമ്മാനെ കണ്ടെത്തി നിങ്ങൾ മുലയൂട്ടുന്നതിന് നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്തു വേണം? ഇദാ സല്ലംതും ആതൈതും ബിൽ മഅറൂഫ്. ആ മുല കൂട്ടുന്ന ഉമ്മക്ക് അതിന് കണക്കാക്കി അതിന്റെ പ്രതിഫലം നിങ്ങൾ നൽകണം. നിങ്ങൾ നോക്ക്, നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു മുല കുടിക്കുന്ന കുഞ്ഞിന്റെ വിഷയത്തിലുള്ള നിയമങ്ങളാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ ഉമ്മാക്ക് മുല കൂട്ടാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ വിവാഹമോചനം കൊണ്ട് ഞങ്ങളുടെ കുട്ടിക്ക് മുല കൊടുക്കുക, ഞങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി എന്ന് പറഞ്ഞു പോകാലോ. അങ്ങനെ പോയി.
അല്ലെങ്കിൽ ഉമ്മാക്ക് മുല കൂട്ടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെയൊക്കെ വന്ന ഈ ബാപ്പാന്റെ പണിയാണ് വേറൊരു ഉമ്മാനെ കണ്ടെത്തി അതിന് മുല കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഉമ്മാക്ക്, മുട്ടുന്ന ഉമ്മാക്ക് അതിന്റെ ചെലവ് കൊടുക്കണം, മാറൂഫ് അനുസരിച്ച് ശമ്പളം കൊടുക്കണം. നമുക്ക് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ, പുതിയ ശാസ്ത്രമൊക്കെ വെച്ച് പറഞ്ഞാൽ, മുലപ്പാലിന്റെ കലോറിയൊക്കെ കണക്കാക്കി അതിന്റെ ഇതൊക്കെ മൂല്യമൊക്കെ കണക്കാക്കി കൃത്യമായിട്ട് പൈസയാണ് കൊടുക്കണം. അങ്ങോട്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് കുട്ടിക്ക് മുല കൊടുക്കണം. കുട്ടീനെ വിടാൻ പറ്റില്ല, കുട്ടിക്ക് മുല കൊടുത്തോണം. കുട്ടിന്റെ അവകാശം മുല കുടിക്കുക എന്നുള്ളത്. അത് രണ്ടും എല്ലാം കൊടുക്കണം. അല്ലെങ്കിൽ എത്ര അതിന് സാധിച്ച് തീരുമാനിച്ചിട്ടുണ്ടാക്കണം. വത്തഖുല്ലാഹ ആയത്ത് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ നല്ലപോലെ സൂക്ഷിക്കണം. വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. ആ ഒരു വരി നോക്ക്, നിങ്ങൾ അറിയുക, വഅലമു നിങ്ങൾ അറിയുക, അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി അള്ളാഹു കണ്ടറിയുന്നുണ്ട്. രണ്ടു ഭാഗത്തുമാകാം. കണ്ടറിയുന്നുണ്ട് പറഞ്ഞാൽ ഒരാൾ അവനാണ് ചെയ്യാൻ പറ്റുന്നതിലേക്ക് നല്ലതൊക്കെ ചെയ്തു, പോരായ്മകളൊക്കെ ഉണ്ട്, അത് അള്ളാഹ് കണ്ടറിയും. നല്ലോണം ചെയ്യേണ്ട ഒന്നും ചെയ്യാതെ വിളവെടുത്ത് വല്ല സാമർഥ്യം കാട്ടി രക്ഷപ്പെടുന്നുണ്ടോ, അതും അള്ളാഹ് കാണും തന്നെയാണ്. രണ്ടും അള്ളാഹ് കണ്ടറിയുന്നുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് അവസാനം. ഞാൻ ഈ പറഞ്ഞത് ഈ വിഷയത്തിന്റെ നിയമങ്ങൾ നമുക്ക് അറിയുന്ന വേണം. ഖുർആൻ ഒരു വിഷയം പറഞ്ഞ ഒരു രൂപം പറയാനാണ്. ഇതിപ്പം ഒരു 1400 കൊല്ലമുള്ള ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ നിയമങ്ങൾ, ഇനി ഏത് പുസ്തകത്തിലപ്പോൾ ഈ നിയമങ്ങൾ ഇത്ര വിശദമായിട്ട് ഒരു മുല കുടിക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ നമുക്ക്, മുല കുടിക്കുന്ന കുഞ്ഞിന്റെ ഉപ്പ മരിച്ചാല് ആ ബാപ്പാന്റെ സ്വത്ത് ആരൊക്കെ അനന്തരം എടുക്കുന്നുണ്ടോ അവർക്കൊക്കെ ആ കുഞ്ഞിനെ നോക്കാനുള്ള ബാധ്യത കൂടി ഉണ്ട് എന്ന് പറയുന്ന ഒരു നിയമം ഏതെങ്കിലും ഒരു കോടതിയിൽ ഉണ്ടാവുമോ? എന്താ അങ്ങനത്തെ ഒരു കുഞ്ഞിന്റെ കേസിൽ കോടതി ചെന്നാൽ പറയാനുള്ളത്? ഖുർആന്റെ നിയമം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടൊന്നും പറയാനില്ല. അതാണ് ഖുർആൻ. ഞാൻ പറഞ്ഞത് ആശയങ്ങൾ നിത്യപ്രസക്തമായിരിക്കണം. ഇതിനി ഒരു കാലത്ത് മാറ്റേണ്ടി വരില്ല, മാറ്റേണ്ട ഒരു നിയമമല്ല, നിത്യപ്രസക്തമായിരിക്കണം ആശയം. ആ ജാതി ആയിരിക്കണം ദൈവീയ ഗ്രന്ഥം. മനുഷ്യ എഴുതിയ ഗ്രന്ഥങ്ങൾക്ക് നിത്യപ്രസക്തി ഒന്നും വേണ്ട. ആ എഴുതി കുറച്ചാലൊക്കെ പോയി കിട്ടിയാൽ മതി, എന്നാൽ തന്നെ വലിയ കിട്ടലാണ്. കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ ആശയങ്ങളും എഴുത്തുകളൊക്കെ വരും, ശൈലിയും ഭാഷയും ഒക്കെ മാറും. പഴയ ഒരു മലയാള പുസ്തകം എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, കാരണം അങ്ങനത്തെ ശൈലിയല്ല. ഏറ്റവും പുതിയ കുട്ടികളുടെ ഈ പുതിയ വൈബ് അല്ലെ, അങ്ങനെയുള്ള പറയല്ലേ, അതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഇപ്പോ നമ്മളെ കുട്ടികൾ പറയുന്ന ഭാഷ നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്താ അവർ പറയുന്നത്. പല വാക്കും ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടിച്ചേർത്ത് പലതും ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പം നമ്മളൊക്കെ ഔട്ട് ഇതാവുകയാണ്, റേഞ്ച് പോവുകയാണ് നമുക്കൊക്കെ. അത് തന്നെയാണ് സംഭവം. പക്ഷെ ഖുർആന്റെ റേഞ്ച് പോകുന്നില്ല. അത് പ്രസക്തി കൂടുതൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേ വരുന്നു, കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നു. അതാണ് അതിന്റെ ദൈവികത. ഒരു ഉദാഹരണം കൂടി പറയാം, കാരണം അറിയേണ്ടതുണ്ട് നമ്മളതൊക്കെ. നിയമവും അറിയണം, ഖുർആന്റെ ആ ജയ്യതി അറിയണം. ഈ പ്രസക്തമായ ഒരു വിഷയം, വിവാഹ രംഗത്ത് ഈ ആരെയൊക്കെ വിവാഹം കഴിക്കാം, ആരൊക്കെ വിവാഹം കഴിച്ചുകൂടാ, എന്താണ് ഇവിടെയുള്ള മതങ്ങൾക്കൊക്കെ ഇതിൽ പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട്. കീഴ്വഴക്കങ്ങൾ, നാട്ടു നടപ്പുകൾ, പിന്നെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന കോടതി നിയമങ്ങൾ, അതിൽ പലതൊക്കെ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട്. ചില കീഴ്വഴക്കങ്ങളൊന്നും തീരെ പറ്റാത്തതാണ്, കൊണ്ടുനടക്കാൻ കഴിയില്ല, വൃത്തികേടാണ്, ആഭാസമാണ്. ആഭാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊക്കെ തന്നെ അറിയാം, ഒരു പെണ്ണിന് ജ്യേഷ്ഠനും വഞ്ചനും കൂടി ഭർത്താവാകുന്നത് നമ്മളവരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെ ഭാര്യ എന്ന് ചോദിച്ചാൽ അവർ രണ്ടാൾക്കും, ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ജ്യേഷ്ഠൻ കഴിച്ചിട്ടുണ്ടാവും, വഞ്ചനയിലാണ് കൂടുതലാ, പിന്നെ രണ്ടാൾ കൂടി ഒരു പെണ്ണുങ്ങൾ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. കുറെ മുമ്പ് വ്യാപകമായിരുന്നു. ഈ ബ്രാഹ്മണർക്കിടയിലുള്ള സംബന്ധം എന്ന് പറയുന്ന ആ സംബന്ധം, അങ്ങനെയാണ് പറയേണ്ടത്. ആ സംബന്ധം ഒരു വിവാഹ നിയമമായിരുന്നു ഈ നാട്ടിൽ. ഇപ്പൊ ഇല്ല. നമ്പൂരി സ്ത്രീകളായിട്ട് സംബന്ധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ സംബന്ധം ശരിക്കുള്ള, അങ്ങനെ അതിൽ കുട്ടികൾ ഉണ്ടാകുക. അതിലാണ് ഈ കാരണവർ സമ്പ്രദായം വന്നത്. കാരണവന്മാർക്കാണ്. അച്ഛനാരാന്നറിയില്ല. പിന്നെ കാരണവർ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ആങ്ങള. നമ്മളെ ചില പ്രദേശങ്ങളിലൊക്കെ വളരെ കാരണവര് പറയണമെന്നോ, കാരണവർ എന്ന് പറഞ്ഞാൽ ഈ കാരണവറ അല്ല, വാപ്പാക്കല്ല പ്രസക്തി ഉണ്ടാവുക, കാരണവരാ. കാരണം ഉമ്മാന്റെ ആങ്ങളെ അവിടെ ആണായിട്ടുണ്ടാവുള്ളൂ, ബാക്കി ആരാ അറിയില്ല, ആരാന്നറിയില്ല.
ചില സമുദായങ്ങളിലൊക്കെ ഇന്ത്യയിൽ എല്ലാ ജാതിയും ഉണ്ടാവുമല്ലോ, എത്ര അധികം വംശങ്ങളും വിഭാഗങ്ങളും മതങ്ങളും ഉപജാതികളിലും ഒരു ലോകം ദുനിയാവിൽ വേറെ എവിടെയും ഉണ്ടാവില്ല. ബാക്കിയുള്ള 1-2 മതവും 1-2 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ ചില സമുദായങ്ങൾക്കിടയിൽ കല്യാണം കഴിച്ച ആ ആളിന് വേണമെന്നില്ല മക്കളുണ്ടാകാൻ, അവന്റെ സഹോദരന്മാരൊക്കെ ഉണ്ടായാൽ മതി, അവർക്കൊക്കെ മക്കളുണ്ടാവും. അതിൽ ഇവനെതിരൊന്നും അല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് മക്കളുടെ ഭാര്യ പ്രസവിച്ചു എന്നറിയാം, പോകുമ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, എന്നാലും പ്രശ്നമല്ല. ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഈ നാട്ടിലുണ്ട്. പക്ഷെ ആരെയൊക്കെ വേൾക്കാം, ആരെയൊക്കെ വേട്ടുകൂടാ, വിവാഹം കഴിച്ചുകൂടാ എന്നത് ഇങ്ങനെ ഊഹം പറയണ കൃത്യം എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ആ പറഞ്ഞതിൽ ഏതാണ് മാറ്റേണ്ടത് നോക്കുകള്. ഒന്നില്ല, ഞാൻ ചിലത് ഇങ്ങനെ പറഞ്ഞുള്ള സമയം കൊണ്ട്. ഒന്ന്, വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാ ഇല്ലാ മാ ഖദ് സലഫ ഇന്നഹു കാന ഫാഹിഷതൻ വമഖ്തൻ വസാഅ സബീല. ആ പ്രയോഗം നോക്കണം. നിങ്ങളുടെ ബാപ്പമാര് കല്യാണം കഴിച്ചതിനെ പിന്നെ നിങ്ങൾ പോയി കല്യാണം കഴിക്കരുത്. ഇല്ലാ മാ ഖദ് സലഫ, ഇസ്ലാം വരുന്നതിന് മുമ്പ് സംഭവിച്ചൊക്കെ പോട്ടെ. ഇന്നഹു കാന ഫാഹിഷതൻ, മ്ലേച്ഛമാണത്. മഖ്തൻ, കോപിക്കപ്പെട്ടൊരു സംഗതി. വസാഅ സബീല, വളരെ മോശമായൊരു മാർഗ്ഗമാണ്. 3 വിശേഷണം. ഇതെന്താ സംഭവം എന്ന് അറിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് ബാപ്പ കല്യാണം കഴിക്കും. ബാപ്പാന്റെ കാലശേഷം മക്കളെ അനന്തരം എടുക്കും. ബാപ്പാന്റെ കുറെ 8-10 ഭാര്യമാരുണ്ടാവും. നല്ല പെണ്ണുങ്ങളെ നോക്കി നല്ല ആൺകുട്ടികളും ഇങ്ങനെ അനന്തരം എടുക്കും. നിങ്ങൾ ആലോചിക്കുക, എന്തായി നടക്കുന്നത്? ബാപ്പ നേർക്കുനേരെ പച്ചയിൽ പറഞ്ഞാൽ ബാപ്പ ലൈംഗിക ബന്ധം പുലർത്തിയ ഒരു ഉമ്മയുമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് മകനും ലൈംഗിക ബന്ധം പുലർത്തുന്നു. അത്ര വഷളാണെന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ലോകത്തുണ്ടാവരുത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. അതിന് പറഞ്ഞ വാക്കുകൾ എന്തറിയോ? ഫാഹിഷതൻ, വളരെ മ്ലേച്ഛമാണത്. മഖ്തൻ, കോപിക്കപ്പെട്ടൊരു സംഭവമാണ്. സാഅ സബീല, വളരെ മോശമായൊരു മാർഗമാണ്. ആ ബാപ്പ കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ ബാപ്പ തലാക്കില്ലാലും മകൻ പോയി കല്യാണം കഴിക്കാൻ പാടില്ല. ബാപ്പയും മകനും ഒരേ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പറഞ്ഞ സംഗതി ഉണ്ടാകാൻ പാടില്ല. വൃത്തികേടാണ്, വളരെ വഷളാണ് ഫാഹിഷതൻ. അതാ അങ്ങനെ ഒരു നിയമമുണ്ട് ഖുർആനിൽ. നിയമമില്ലെങ്കിലോ? നിയമമില്ല നോക്കുക. നിയമം ഇല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിനെ അങ്ങനെ പാടില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം. ആൾക്കാർ ചെയ്യൂല എന്നുള്ളതല്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ലോകത്താണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ചിലപ്പോൾ ചില ആയത്തുകളൊക്കെ നമുക്ക് തോന്നാറുണ്ട്, എന്തിനാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? അവിടെയാണ് ഇപ്പൊ ലോകം ഉള്ളത്. നിങ്ങൾ നോക്കിക്കോ, ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാക്കളെ വേൾക്കുന്നത്, കല്യാണം കഴിക്കുന്നത് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഉമ്മാനെ കല്യാണം കഴിക്കാൻ പാടില്ല. ഉമ്മാനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയേണ്ടതുണ്ടോ? ഇപ്പൊ നമ്മൾക്ക് എന്താ തോന്നുന്നത്? ഖുർആൻ അത് പറഞ്ഞുകൊണ്ട് അതില്ലാന്നെങ്കിൽ മനസ്സിലായല്ലോ. അങ്ങനെ പറയേണ്ട കൊടുത്തപ്പോഴുള്ളത് ഇതിലൊന്നൊരു അതിരുമില്ലപ്പോ, ഒരു പ്രശ്നവുമില്ല. ഉമ്മയുമായിട്ടും ലൈംഗിക ബന്ധം പുലർത്താന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ഈ മനഃശാസ്ത്രത്തില് ഒരു ശാഖയുണ്ട്, ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയാം. ഇഡിപ്പസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു പുരാണത്തിലെ ഇഡിപ്പസ് എന്ന ഒരാളാണ്. അയാൾക്ക് ഉമ്മാനെ അറിയാതെ, അമ്മയാണെന്ന് അറിയാതെ അമ്മനോട് അനുരാഗം തോന്നുകയും അവരായിട്ട് ബന്ധത്തിലാവുകയും ചെയ്തു. അങ്ങനെ കഥ ഉണ്ട്. അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ടാവും പോലും, നമ്മൾക്കറിയില്ല, അങ്ങനെ ഉണ്ടാവും പോലും. ആ മാനസിക രോഗത്തിന് പറയുന്ന പേര് ഇഡിപ്പസ് കോംപ്ലക്സ് എന്നാണ്. ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഖുർആൻ പറയുന്നത് ഹറാമാണെന്നാണ്. സ്വന്തം മാതാവുമായിട്ട് വീഴ്ചയിൽ ഏർപ്പെട്ടുകൂടാ, അത് ഹറാമാണ്. മൃഗങ്ങളുടെ ലോകത്ത് പ്രശ്നമല്ല, പക്ഷികളുടെ ലോകത്ത് പ്രശ്നമല്ല, മനുഷ്യന്റെ ലോകത്ത് അത് പറ്റില്ല. പല കാരണങ്ങളാൽ പറ്റില്ല. വാപ്പാക്കും മകനും ഒരു സ്ത്രീയിൽ മക്കൾ ഉണ്ടായിക്കൂടാ. ആലോചിച്ച് നോക്കി എന്തൊക്കെയാ സംഭവിക്കും. പറയുമ്പോൾ പോലും നമുക്കതാണ്ട് അതിന്റെ ആ വഷളത്തരം കിട്ട് ആലോചിക്കാൻ കഴിയില്ല. അത്ര വഷളാണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല എന്ന് വെച്ചിരുന്നെങ്കിൽ എന്താകും ലോകത്തിന്റെ വിലയിരുത്തി നോക്കും ഖുർആനെ പറ്റി.
അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള നമുക്ക് തോന്നുക, പക്ഷെ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ബനാത്തുക്കും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബനാത്തുക്കും പെൺമക്കളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല, സ്വന്തം പെൺമക്കളെ വിവാഹം ചെയ്യാൻ പാടില്ല. അത് ഒരുപാട് വിശദീകരിക്കണം. ഇപ്പോ നമ്മളുടെ ഒരു നാടക നടൻ, സിനിമാ നടൻ, തിരുവനന്തപുരത്തുകാരൻ, അയാൾ മരിച്ചുപോയി. അയാൾ മരിച്ചപ്പം അയാളെ പറ്റി വരുമല്ലോ, ഫീച്ചറുകളൊക്കെ വരുമല്ലോ. അതിൽ അയാളെ പറ്റി അയാളുടെ ജീവിത സിദ്ധാന്തം, അയാളുടെ മകൻ ഇപ്പൊ നടനാണ്, അയാളുടെ ജീവിത സിദ്ധാന്തം പറഞ്ഞിരുന്നു. അയാൾ നടപ്പാക്കിയ സിദ്ധാന്തം അയാൾ പറഞ്ഞത്, ഒരു തെങ്ങിൻ തയ്യ് നട്ടുപിടിപ്പിച്ചു വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ, മുറ്റത്തൊരു നല്ല തെങ്ങിൻ തൈ വെച്ചിട്ട് ഇങ്ങനെ വളർന്നു ഉഷാറായിട്ട് വളം വെള്ളമൊക്കെ എടുത്ത് ഉഷാറായി ഇങ്ങനെ വന്നു. അതിങ്ങനെ കൊലച്ച് നിൽക്കുമ്പോൾ അത് വെട്ടിക്കുടിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? അത് നട്ടു വളർത്തിയ ആൾക്ക്. തെങ്ങൊക്കെ പഠിപ്പിച്ചതല്ല. അയാളെ മകൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ വെട്ടിക്കുടിക്കാനുള്ള അവകാശം വളർത്തിക്കൊണ്ടുവന്നവൻ തന്നെയാണ്. അത് ജീവിതത്തിലെ വലിയ സിദ്ധാന്തമാണ്. അയാൾ പറഞ്ഞത് നേരന്നല്ലേ, ഖുർആൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് നോക്കുക. അല്ലെ നേരെ അതന്നെയല്ലേ. അവനാ വളർത്തി ഇങ്ങനെ കൊണ്ടുവരിക, വെട്ടിക്കുടിക്കാനാകുമ്പോൾ അവനാ തന്നെ വെട്ടിക്കുടിക്കുക, അല്ല അവന് വേറെ വെട്ടിക്കുടിക്കാൻ കൊടുക്കുന്നത്. തെങ്ങ് വെച്ചാരാ വെച്ചാൽ വെട്ടിക്കുടിക്കലാരാ? നല്ല ഇളനീ വരുമ്പോ നമ്മളെന്നെ കുടിക്കേണ്ടി. അതിനല്ലേ ചിന്തിക്കേണ്ടത്. ന്യായമാണ് അയാളുടെ ചിന്ത. പക്ഷെ ധാർമ്മികത ഖുർആൻ പറയും പാടില്ല. ഇതൊക്കെ സിദ്ധാന്തമാക്കി കൊണ്ടുനടക്കുന്ന നടപ്പാക്കുന്ന ലോകത്ത് ഇപ്പോൾ നമ്മളുള്ളത്. കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. വാഹവാത്തുക്കും സഹോദരിമാരെ വേൾക്കാൻ പറ്റില്ല, ഒന്നും പറയേണ്ടതില്ല. അമ്മാത്തുക്കും വഹാലാത്തുക്കും അമ്മായി ഇളയമ്മ ഇവരൊന്നും പറ്റൂല. ബാപ്പാന്റെ പെങ്ങളെയും പറ്റില്ല, അമ്മാന്റെ സഹോദരിമാരും പറ്റൂല. ബനാത്തുൽ സഹോദരന്റെ പെൺമക്കൾ വിവാഹം ചെയ്യാൻ പാടില്ല. നേരെ സഹോദരന്റെ പെൺമക്കളെ വിവാഹം ചെയ്യാൻ പറ്റൂല. ബനാത്തുൽ ഉഖ്തി സഹോദരിമാരുടെ പെൺമക്കളെയും പറ്റില്ല. ഉമ്മഹാത്തുക്കും ഇല്ലത്തി അർളാനിക്കും. അടുത്തത്, നിങ്ങൾക്ക് മുലയൂട്ടിയ ഉമ്മമാരെ കല്യാണം കഴിക്കാൻ പാടില്ല. മുലയൂട്ടിയ പറഞ്ഞാൽ സ്വന്തം അല്ല, വേറെമാരൊക്കെ ചില മുലയൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മുടെ സാഹചര്യം നാട്ടിലുണ്ടായിരുന്നു മുമ്പൊക്കെ. ഇപ്പം അത് കുറവാണ്. വേറെ പെണ്ണുങ്ങളൊക്കെ കുട്ടിയൊക്കെ എടുത്ത് മുലെടുക്കും. ഉമ്മ കുളിക്കാൻ പോകുമ്പോൾ കുട്ടിയെ ഒളിച്ചെടുത്ത് മുലെടുക്കും. അങ്ങനെ ഉമ്മയായി മാറി. ഒരു 4-5 പ്രാവശ്യം വയറടിച്ച് കുടിച്ചാൽ മുലകൂട്ടിയ ഫലം വരുന്നു, ഉമ്മാന്റെ സ്ഥാനത്ത് വരുന്ന. പിന്നെ ഹദീസിലെ വന്നിട്ടുണ്ട് അവർ കല്യാണം കഴിക്കാൻ പാടില്ല. വഅഖവാത്തുക്കും മിനർ റളാഅ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാർ, ആ ഉമ്മാന്റെ പെൺമക്കൾ ഇവന് കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം അവന്റെ ഉമ്മയായി മാറിയത് ആ ഉമ്മാന്റെ പെൺമക്കൾ എന്തായി? ഇവന്റെ സഹോദരിമാരായി മാറി. ഇവന് കല്യാണം കഴിക്കാൻ പറ്റൂല. മുലകുടി ബന്ധത്തിന് അങ്ങനെ ഒരു പരിഗണന ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ ശാസ്ത്രം അത് നമ്മൾക്കറിയില്ല. നമ്മൾ പറഞ്ഞ രക്തബന്ധമല്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ബന്ധമല്ല, അത് രക്തബന്ധമാണെന്ന് നമ്മൾ പറയണ്ട. അല്ലത് അതല്ലാതെ മുലകുടി ബന്ധം എന്നൊരു ബന്ധമുണ്ട്. അത് ഖുർആനിൽ മാത്രമേ ഉള്ളൂ. ഒരു ഉമ്മാന്റെ മുല കുടിച്ചാൽ 5 പ്രാവശ്യമെങ്കിൽ 4-5 തവണ, അങ്ങനെയാണ് ഹദീസിൽ വന്നത്. വയറ് നിറച്ച് കുടിച്ചു എന്ന് പറയാവുന്ന രീതിയിൽ കുടിച്ചാൽ ആ ഉമ്മ, ആ സ്ത്രീ ഇവന്റെ ഉമ്മയായി മാറും. ആ ഉമ്മാന്റെ പെൺമക്കളൊക്കെ ഇവന്റെ സഹോദരിമാരായി മാറും. പിന്നെ അവരെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഇതൊക്കെ അശ്രദ്ധമായിട്ട് പലരും നമ്മളെ നാട്ടിൽ മുമ്പ് നടന്നിരുന്നു. പിന്നെ നിസായിക്കും നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെ കല്യാണം, അമ്മായിമാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അന്ന് കുഞ്ഞ് പറയാൻ വയ്യ ഇവിടെ. പിന്നെ നിസായിക്കും നിങ്ങളുടെ ഭാര്യമാരായി മാറിയിട്ടുള്ള സ്ത്രീകളുടെ പെൺമക്കളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചപ്പോൾ ഓക്ക് വേറെ കുട്ടികളുണ്ട്, ആ ഉമ്മാനെ തലാക്കിയല്ലേ പിന്നെ ആ മകളെ പോയി കല്യാണം കഴിക്കരുത്. ഒരു ഉമ്മാനും മകളെയും ഒന്നിച്ചൊരാൾ വീഴ്ചയിൽ ഏർപ്പെടാൻ പാടില്ല. എത്ര കർശനമാണ് കർശന നിയമങ്ങൾ. ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഫൈലം തകൂനു ദഖൽതു ബിഹിന്ന ഫലാ ജുനാഹ അലൈക്കും. കല്യാണം കഴിച്ചു പിറ്റേന്ന് തലാക്കില്ലേ, ലൈംഗിക ബന്ധത്തിലൊന്നുമില്ല എന്നാൽ അങ്ങ് കഴിക്കണതിന് വിരോധമില്ല. അതിന്റെ ഔദാര്യം പറഞ്ഞു, വിശാലത പറഞ്ഞു ചെയ്തു. മറ്റത് നിങ്ങൾ വീഴ്ചയിൽ ഏർപ്പെട്ടൊരു സ്ത്രീയാണെങ്കിൽ അവരുടെ മകളെ പോയിട്ട് പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. വഹലായിലോ അഭിനയിക്കും നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാരെ, അല്ലതിനെ അസ്ലാബിക്കും നിങ്ങളുടെ സ്വന്തം മുതുകിൽ നിന്നുള്ള ആൺകുട്ടികളുടെ ഭാര്യമാരെ അവർ തലാക്കില്ല പോയിട്ട് വാപ്പോയി കല്യാണം കഴിക്കാൻ പാടില്ല. അതൊന്നും വിശദീകരിക്കുന്നില്ല. ബൈന ഉഖ്തൈനി 2 സഹോദരിമാർ ഒന്നിച്ചു കേൾക്കാൻ പാടില്ല.
ഏട്ടത്തിനെയും അഞ്ചത്തിനെയും കൂടി കല്യാണം കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ഈ ഹിന്ദു സമൂഹത്തിൽ ഇതിന്റെ അപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ. പല കീഴ്വഴക്കങ്ങളും നാട്ടുവഴക്കങ്ങളൊക്കെ ജ്യേഷ്ഠത്തിനെയും അഞ്ചത്തിനും ഒന്നിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചാൽ പിന്നെ ജ്യേഷ്ഠത്തെയും ചെത്തിയാവില്ല. അത് ഒരാളുടെ ഭാര്യമാരോടുകൂടി റോള് മാറി, സഹോദരിമാരല്ല പിന്നെ അവിടെ. അതൊന്നും പാടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ ഇല്ലാമഖദ് സലഫ, മുമ്പ് കഴിഞ്ഞത് കുറേണ്ട്, അതൊക്കെ വിട്ടുവന്നു എന്നാണ് ജാഹിലിയ കാലത്ത്. ഇന്നല്ലാഹ കാന ഗഫൂറൻ റഹീമ, അള്ളാഹ് ഇതൊക്കെ പുറത്തു വരും, മുമ്പ് കഴിഞ്ഞൊക്കെ കാര്യങ്ങളുള്ള. ഞാൻ അവസാനിപ്പിക്കാനകത്ത് കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണ്. അതിൻ്റെ ശാസ്ത്രവും മറ്റൊക്കെ വേറെ കുറേ പറയാം നമുക്ക്. അതൊന്നും അല്ലാതെ തന്നെ അതിൻ്റെ ഒരു ഗ്രന്ഥം എന്നാൽ അതിൻ്റെ ധാർമ്മിക മുറകൾ മാത്രം പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഖുർആന്റെ അജയ്യതയും ശക്തിയും ദൈവികതയും ഒക്കെ നമ്മൾക്ക് ബോധ്യമാവും. അത് നമ്മളൊന്ന് പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്താൽ ഖുർആന്റെ കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. ഒരായത്ത് ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്കാണ് നിങ്ങളെ വഴി നടത്തുന്നത്. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ, വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നു. പിന്നെ പറയുന്നത് ഇതിനെ നിഷേധിക്കുന്നവർക്ക് വേദനറ്റ ശിക്ഷയുണ്ടാവുന്നു. അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ ഖുർആൻ ഏറ്റവും ശരിയൊരു വിഷയത്തിൽ ഏതാണോ അതിലേക്ക് നിങ്ങളെ വഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് ദിനേന എന്നോണം ഓരോരോ സംഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ അനുയായികളാണെന്നാണ് പറയുന്നത്. ആ അനുയായികളെങ്കിലും അത് ശരിക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലോകത്തിനു മുമ്പിൽ വലിയൊരു സന്ദേശം അതിലൂടെ ലഭിക്കും. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ.